പെയിൻ കില്ലേഴ്സ് ആവശ്യപ്പെട്ട് വരുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ആ പേഷ്യൻറ്റിനോട് പറയുന്ന ഒരു ഡയലോഗാണ്, ഐ എം നോട്ട് ദി ഓതറൈസ്ഡ് പേഴ്സൺ ടു ഗിവ് യു സച്ച് മെഡിക്കേഷൻസ്, ഓൺലി ദ ഡോക്ടർ ക്യാൻ ഡു ദാറ്റ്. പക്ഷേ ചില പേഷ്യൻസ് ആ ഒരു ഡിമാൻഡുമായിട്ട് വീണ്ടും മുന്നോട്ട് പോകും. ആ ഒരു അവസരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ കൺസോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് അതേ സെയിം ഡയലോഗ്, അതായത് ഐ എം നോട്ട് ദി ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് വീണ്ടും യൂസ് ചെയ്യാതെ നമുക്ക് അവിടെ ഒരു ഇഡിയം യൂസ് ചെയ്ത് അവരോട് സംസാരിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ആ ഒരു കൺവെർസേഷൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാം. നമുക്ക് ആ പേഷ്യൻറ്റിനോട് പറയാം, ഐ റിയലി ലൈക്ക് ടു ഹെൽപ്പ് യു ഹിയർ ബട്ട് മൈ ഹാൻഡ്സ് ആർ ടൈഡ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇഡിയം മൈ ഹാൻഡ്സ് ആർ ടൈഡ് എന്നുള്ളതാണ്. വിച്ച് മീൻസ് യു റിയലി വാണ്ട് ടു ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ ബട്ട് സംതിങ് ഈസ് പ്രിവെൻറ്റിംഗ് യു ഫ്രം ഡൂയിങ് ദാറ്റ്. സംതിങ് സച്ച് ആസ് എ ലോ, എ റൂൾ, എ പേഴ്സൺ ഓർ എ സിറ്റുവേഷൻ. ചില കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ് ലൈക്ക് ഫീവർ, ഡിപ്രഷൻ, ഡീഹൈഡ്രേഷൻ, മീസിൽസ്, ഇത്തരത്തിലുള്ള കണ്ടീഷൻസിൻ്റെ സിംറ്റംസ് പേഷ്യൻ്റ് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന കണ്ടീഷനാണ് എന്നുള്ളത്. ആ അവസരത്തിൽ നമുക്ക് അവരോട് പറയാം, ബേസ്ഡ് ഓൺ യുവർ സിംറ്റംസ് ഐ തിങ്ക് യു ആർ കമ്മിങ് ഡൗൺ വിത്ത് മീസിൽസ്, അല്ലെങ്കിൽ ഫീവർ, അല്ലെങ്കിൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇഡിയം കമ്മിങ് ഡൗൺ വിത്ത് സംതിങ് എന്നുള്ളതാണ്. ഈ സംതിങ് എന്നുള്ള പോർഷനിൽ നമ്മളുടെ ഡയഗ്നോസിസ് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ എന്താണോ, ആ ഒരു വേർഡ്, ആ ഒരു അസുഖം നമുക്ക് അവിടെ പറയാവുന്നതാണ്. ഫുള്ളി റിക്കവർ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ്, പക്ഷേ പേഷ്യൻറ്റിന് വീട്ടിലേക്ക് പോകാനായിട്ട് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല. ആൾക്ക് ആ ഒരു അസുഖം മാറിയോ എന്നുള്ളതിൽ അത്ര ഉറപ്പില്ല. അയാൾ കൺസേൺഡ് ആണ് അയാളുടെ ഹെൽത്തിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഷ്യൻറ്റിനെ നമുക്ക് ഈ രീതിയിൽ റീഅഷ്യൂർ ചെയ്യാം. ലെറ്റ്സ് സേ ആ പേഷ്യൻറ്റിൻ്റെ പേര് ജോൺ എന്നാണ്. അപ്പോൾ ആ ജോണിനോട് നമുക്ക് ഇങ്ങനെ പറയാം, ജോൺ, I acknowledge your concern here and I once again assure you that you have recovered completely and in fact I can give you a clean bill of health. Clean bill of health, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇഡിയം. സോ ഇത്തരത്തിലുള്ള ഇഡിയംസ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് കൺവേ ചെയ്യാനുള്ള ഐഡിയ വളരെ പ്രിസൈസ് ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. ആൻഡ് ത്രൂ ദാറ്റ് ദ ഇൻ്റർലോക്യൂട്ടർ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് എ ഗുഡ് കമാൻഡ് ഓവർ ദ ലാംഗ്വേജ്.